ഡിയർ ഫ്രണ്ട്സ്, നല്ല കുറുകിയ ചാറോട് കൂടിയ വെണ്ടയ്ക്ക മപ്പാസാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് വെളിച്ചെണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുത്ത നല്ല തളിര് വെണ്ടയ്ക്ക കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പാനിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണം ഇതിന് യൂസ് ചെയ്യാൻ, കാരണം നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നതാണ്. ചൂട് വെളിച്ചെണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു 3 പച്ചമുളക് ഇത്രയും ആഡ് ചെയ്യാം. ഒരു വലിയ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സവോള ഒന്ന് ട്രാൻസ്ലൂസന്റ് ആവുന്നത് വരെ സോട്ട് ചെയ്യണേ. പച്ചമുളകിന്റെ ക്വാണ്ടിറ്റി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിന്റെ കൂടെ നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് 2-3 ഏലക്ക ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് സവോള നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല, സ്വല്പം കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. പലരും ചോദിക്കാറുണ്ട്, വെണ്ടയ്ക്ക ചാറുകറി വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഞോളപ്പില്ലേ, അത് കറിയിലേക്ക് വരത്തില്ലേ എന്ന്. പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ കറി നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് പൗഡർ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ആഡ് ചെയ്യുന്നത് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണേ. മല്ലിപ്പൊടി മൂത്ത് കഴിയുമ്പം അതിൻ്റെ നല്ലൊരു ഫ്രേഗ്രൻസ് വരത്തില്ലേ, അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. മല്ലിപ്പൊടിക്ക് ഫ്ലേവർ മാത്രമല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഗ്രേവികൾക്ക് തിക്നെസ് കൊടുക്കാനും മല്ലിപ്പൊടി യൂസ്ഫുൾ ആണേ. ഈ മല്ലിപ്പൊടി ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ മുഴുവൻ മല്ലിയില്ലേ, അതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് 2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണേ. മസാല പൗഡർ ആഡ് ചെയ്തതിന് ശേഷം അതും നേരിയ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ റെസിപ്പിക്ക് ഞാൻ മുളക് പൊടി തീരെ യൂസ് ചെയ്യില്ല കേട്ടോ, കാരണം നമ്മുടെ ഡിഷിൻ്റെ കളർ അങ്ങ് മാറിപ്പോവും. അതേപോലെ മഞ്ഞൾപ്പൊടിയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നല്ല ടെൻഡർ ആയിട്ടുള്ള വെണ്ടയ്ക്കയാണ് ഈ റെസിപ്പിക്ക് എപ്പോഴും നല്ലത് കേട്ടോ, കാരണം ച്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഫൈബറസ് ആയിട്ടിരിക്കരുത്. ഇതേപോലെയാണ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വെണ്ടയ്ക്കയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം റോസ്റ്റ് ചെയ്യാനായിട്ട്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വെണ്ടയ്ക്ക ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ, ഞാനിങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇത് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൽ ശകലം പോലും വെള്ളമയം പാടില്ല. വെള്ളത്തോടു കൂടി റോസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഞോളപ്പ് വരുന്നത്. വെണ്ടയ്ക്കയിലുള്ള വെള്ളം കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. വെള്ളം ആഡ് ചെയ്യാതെ വേണം പാൻ കവർ ചെയ്ത് കുക്ക് ചെയ്യാൻ. തേങ്ങാപ്പാൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഈ മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. വളരെ ഈസിയാണ്. ലൂക്ക് വാം വാട്ടർ എടുക്കുക, അതിലേക്ക് പൊടിയിട്ട് നമുക്ക് ആവശ്യമുള്ള തിക്നെസ്സിൽ പാല് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ നോക്കിക്കേ, എണ്ണയിൽ കിടന്ന് നമ്മുടെ വെണ്ടയ്ക്ക നല്ലതുപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു ശകലം പോലും വെള്ളമില്ല കേട്ടോ. പാൻ കവർ ചെയ്ത് കുക്ക് ചെയ്യുന്നത് കാരണം ആ നേരിയ സ്റ്റീമിലിരുന്ന് നമുക്ക് വെണ്ടയ്ക്ക പാകത്തിന് കുക്കായി കിട്ടും. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തിരിക്കുന്ന നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു വലിയ കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പറയാൻ മറന്നുപോയി, 200 ഗ്രാംസ് വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കമ്പൈൻ ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. നല്ലപോലെ കമ്പൈൻ ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്തേക്കണേ. എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ ഇപ്പം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആഡ് ചെയ്ത മസാല പൗഡർ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. വെണ്ടയ്ക്ക നല്ല സോഫ്റ്റ് ആയിട്ടാണ് കുക്കായി വന്നിരിക്കുന്നത്, അതുകൊണ്ട് ജെന്റിലായിട്ട് വേണം കമ്പൈൻ ചെയ്യാൻ. നമ്മുടെ കറി നേരിയതായിട്ട് ബോയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ പഴുത്ത ഒരു ചെറിയ ടൊമാറ്റോ ഞാൻ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്തിരുന്നു. അതിന്റെ വീഡിയോ എൻ്റെ ഇന്ന് മിസ്സായി പോയതാണ്. ടൊമാറ്റോ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഫ്രഷ് കറി ലീവ്സ് ഞാൻ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരിയതായിട്ട് ബോയിൽ ചെയ്യുമ്പോൾ തന്നെ തേങ്ങാപ്പാൽ നമുക്ക് കുക്കായി കിട്ടും. ഓവറായിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവുകയും ചെയ്യും. ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. കറിവേപ്പില, ഗരം മസാല, തേങ്ങാപ്പാൽ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ടെംപ്റ്റിംഗ് ഫ്ലേവർ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പം നോക്കിയേ, ഒട്ടും തന്നെ സ്റ്റിക്കി അല്ലാത്ത നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വെണ്ടയ്ക്കയുടെ ഞോളപ്പൊന്നും കറിയിലേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒട്ടും സ്റ്റിക്കി അല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക പാലുകറി നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം.
നല്ല ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പം, ചപ്പാത്തി, റൈസ് ഇതിനെല്ലാം പറ്റിയ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ്. ഇങ്ങനെ തന്നെയാണോ നിങ്ങളും പാലുകറി പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതെൻ്റെ മദറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇങ്ങനെ വെണ്ടയ്ക്ക പാലുകറി വയ്ക്കുമ്പോൾ അധികം മൂക്കാത്ത വെണ്ടയ്ക്ക സെലക്ട് ചെയ്തെടുക്കാൻ ഓർക്കണം കേട്ടോ. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ.